അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. ഞാനിന്ന് യൂട്യൂബിൽ നിന്ന് കബീർ വഖഫി ഉസ്താദിൻ്റെ ഒരു വീഡിയോസ് കണ്ടു. എന്നുവെച്ചാൽ കബീർ ഉസ്താദും അതേമാതിരി മോളും കൂടി ഒരു ചെറിയൊരു വീഡിയോസ്. ആ വീഡിയോസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായി. ആ വീഡിയോസിൽ ഇങ്ങനെയാണ് പാട്ട്: ഇത്തിരി നേരം എൻ്റെ പൊന്നുപ്പാൻ്റെ മോളാ വേണം. അതാണ്. അപ്പോൾ ആ വീഡിയോസ് കാണിച്ചു തരാം. എന്നിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. അപ്പോൾ ഇതാണ് ആ വീഡിയോസ്. അപ്പോൾ ആ പാട്ട് ഞാൻ ഒന്നുകൂടി പാടിത്തരാം. ഇത്തിരി നേരം എൻ്റെ പൊന്നുപ്പാൻ്റെ നിയലാ വേണം, റൂഹടരും വരെ എൻ്റെ പൊന്നുപ്പാൻ്റെ മോളാ വേണം. എന്താലേ ആ വീഡിയോസ് തന്നെ കാണുമ്പോൾ ഒരു ഉപ്പാൻ്റെയും ഒരു മോളുടെയും ഒരു സ്നേഹബന്ധം, സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് അറിയാതെ എൻ്റെ കണ്ണിന്ന് വെള്ളം വരെ പൊട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതേമാതിരിയൊക്കെ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ, എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർക്ക് അത് മജീദിന് പിരാന്താണ്, അതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയും. കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ കാരണം എനിക്ക് വീടിൻ്റെ തേപ്പിൻ്റെ വർക്കാണ്. അതിൽ വെച്ചാൽ ചില വീടുമ്പോൾ റേറ്റ് കിട്ടും, ഇപ്പം വെച്ചാൽ പണിക്കൂലി കിട്ടും, ചിലയുമ്പോൾ പണിക്കൂലി കിട്ടൂല. അപ്പോൾ ഞാൻ എടുക്കുന്ന വർക്കിൻ്റെ ഓരോ പോയിൻറ്റും വീഡിയോ എടുത്തുങ്ങാണ്ട് ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തുങ്ങാണ്ട് അതിൽ എൻ്റെ ഫോൺ നമ്പറും ഇട്ടുങ്ങാണ്ട് വർക്ക് കിട്ടാൻ വേണ്ടിയാണ്ടാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിരിക്കണത്. അല്ലാതെ മാഞ്ഞാളം കുത്തിക്കാണ്ട് വെറുതെ ഉണ്ടാക്കിയല്ല. അതിൽ വേറെ ഞാൻ കുറേ നാടിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി, ഇപ്പോൾ ഞങ്ങളവിടെ ഒരു പാലുണ്ട്, പൊളിഞ്ഞാടിയ പാലുണ്ട്, ആ പാലത്തിൻ്റെ വീഡിയോസ് ഇട്ടിരിക്കുന്നത്. അതേമാതിരി വാണിയമ്പലം റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ ബ്ലോക്കാണ് വെച്ചാൽ തീവണ്ടി പോകുമ്പോൾ അവിടെ വെച്ചാൽ ഗേറ്റ് അടക്കും. അപ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടാകലുണ്ട്. അവിടെ ആംബുലൻസൊക്കെ വന്നുകാണ്ട് പെട്ട ചരിത്രങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഇടലുണ്ട്. വെച്ചാൽ നാടിന് നന്മ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. പിന്നെ എൻ്റെ വർക്കും ഇതിന് വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ ചില ആൾക്കാർക്ക് അത് ഓനൊരു ബോറാണ് വെച്ചാൽ ഓനൊരു വിഡ്ഢിയാണെന്നുള്ള രീതിയിലൊക്കെ എന്നോട് നേരിട്ട് കണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരും എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരും എന്നോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ നാട്ടിൽ കൂടി പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരിയൊക്കെ ഞാനൊരു കുട്ടീനെ എടുത്ത് കണ്ടൊക്കെ ഒരു പാട്ടിട്ടാൽ അതെനിക്ക് പിരാന്താണ് പറയും ചില ആൾക്കാർ. ഇതാണ് എനിക്ക് പറയാനുള്ളത്.